അപ്പം ഇന്നത്തെ വീട്ടിൽ ഞാൻ പറയാൻ പോകുന്നത് വാക്സിൻ്റെ കുറച്ച് ഉപയോഗങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രിസി ഹെയർ ഉണ്ടല്ലോ, ആ ഹെയറിന് ഫ്രിസേരി കിടക്കുന്ന ഹെയറിൻ്റെ ഫ്രിസ്നെസ് ഒന്ന് കുറച്ചിട്ട് ഇവിടെ നല്ല സ്മൂത്ത് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കാറ്റടിച്ചിട്ടൊക്കെ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ പാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ആ മുടീൻ്റെ പാറിലൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഈ വാസ്ലിൻ നല്ല ഹെൽപ്ഫുള്ളാണ്. ചെറിയൊരു എമൗണ്ടിൽ എടുത്തിട്ട് കയ്യിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് മുടി പാറിക്കിടക്കുന്നത്, ഹെയറിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് നമുക്ക് മുടി പാറിക്കിടക്കാറിരിക്കുമ്പോൾ, അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ മുടി ഇങ്ങനെ അധികം പാറാണ്ട് ഒതുങ്ങിയായിട്ട് കിടക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ വാസ്ലിൻ്റെ അടുത്ത യൂസ് എന്ന് പറയുമ്പോൾ ഇത് വെറും എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ള യൂസ് തന്നെയായിരിക്കും. വാസ്ലിൻ ആസ് എ ലിപ് ബാം ആയിട്ട് യൂസ് ചെയ്യാം. ലിപ്പിലുണ്ടാവുന്ന ഈ ക്രാക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഈ വിൻ്റർ മഴക്കാലമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം എനിക്കുണ്ടാവാറുണ്ട്. ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ചുണ്ട് തോലിങ്ങനെ ഇളകിയിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പൊട്ടൽ പോലെ ഉണ്ടാകും ചുണ്ടിൽ. അപ്പോൾ അതിനെ നല്ല രീതിയിൽ കുറക്കാൻ വേണ്ടിയിട്ട് വാസ്ലിൻ ഹെൽപ്പ് ചെയ്യും. ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ സാധാരണ ലിപ് ബാം അപ്ലൈ ചെയ്യുന്ന പോലെ ചുണ്ടിൽ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചുണ്ടിൻ്റെ ഡ്രൈനെസ് കുറച്ചിട്ട് ആ ഒരു തോല് പൊള്ളുന്ന ആ ഒരു അവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം അടുത്ത യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്ലിൻ നമുക്കൊരു മേക്കപ്പ് റിമൂവറായിട്ട് യൂസ് ചെയ്യാം. മേക്കപ്പ് റിമൂവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലിടുന്ന ഫൗണ്ടേഷൻസ് അങ്ങനെയുള്ളത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഈ നമ്മുടെ മസ്കാര, വാട്ടർപ്രൂഫായിട്ടുള്ള മസ്കാരസ്, ഐലൈനർ, അതുപോലെ ഐ ഷാഡോ, പിന്നെ നമ്മുടെ ഐബ്രോ ഒക്കെ വരയുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള മേക്കപ്പുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫേസിൽ യൂസ് ചെയ്തതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്രോളിയം ജെല്ലി വാസ്ലിൻ എന്ന് പറയുന്നത് ഒരു ഓയിൽ ബേസ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിത് ഫേസിൽ ഈ ഫൗണ്ടേഷൻസ് കാര്യങ്ങൾ അങ്ങനത്തെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാതിരിക്കുക നല്ലത്. ബാക്കി നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഐ ഷാഡോ, ഐലൈനേഴ്സ്, മസ്കാരാസ് അങ്ങനെയുള്ളതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ അധികം ആൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ സ്ട്രെച്ച് മാർക്ക്. ആ സ്ട്രെച്ച് മാർക്ക് കുറക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നൈറ്റ് നമ്മൾ കിടക്കുന്നതിന് മുന്നേ എവിടെയാണ് സ്ട്രെച്ച് മാർക്ക് ഉള്ളത് അതിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നൈറ്റ് കിടന്നുറങ്ങുക. ഇപ്പം കൂടുതലായിട്ടും ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത ഹാക്ക് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ഹാക്ക് അല്ല. ഇപ്പം നമ്മുടെ പേഴ്സ് അതുപോലെ ബാഗൊക്കെ നമ്മളിപ്പം സ്പെഷ്യലി നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എടുത്തിട്ട് അതിൻ്റെ സിബ് തുറക്കാൻ നോക്കുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ടുണ്ടാവും, തുറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു വാസ്ലിന് ആ സിബിൻ്റെ രണ്ടറ്റത്തായിട്ട് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് സിബൊന്ന് നമ്മളിങ്ങനെ തുറക്കാൻ വലിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ തുറന്നു വരും. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഹാക്കാണ്. അപ്പോൾ നെക്സ്റ്റ് ആറാമത്തെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാഷസ് തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാസ്ലിൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെച്ച് മാർക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതും നമുക്കിപ്പോൾ എവിടെയൊക്കെയാണ് റാഷസ് ഉള്ളത് ആ ഒരു ഏരിയയിൽ നൈറ്റ് നമ്മൾ വാഷ് ചെയ്തിട്ട് ആ റാഷിൻ്റെ മേലെ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അതൊന്ന് റെഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് വാസ്ലിൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയിലുണ്ടാകുന്ന സ്പ്ലിറ്റൻസ് ഉണ്ടല്ലോ, അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് കയ്യിൽ നല്ല രീതിയിൽ റബ്ബ് ചെയ്തിട്ട് നമ്മുടെ ഇപ്പോൾ എവിടെയാണോ ആ ഒരു സ്പ്ലിറ്റൻസ് ഉള്ളത് അതിൻ്റെ മേലെ നല്ല രീതിയിൽ ഇതിങ്ങനെ തടവി കൊടുക്കുക. അത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്പ്ലിറ്റൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാക്കഡ് ഹീൽസ്, അതായത് ഈ പാദം വീണ്ടും കയറുന്ന അവസ്ഥയുണ്ടല്ലോ, അതിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതിനായിട്ട് ഗ്ലിസറിനും അലോവേര ജെല്ലും വാസ്ലിനും ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നൈറ്റ് കിടക്കുന്നതിന് മുന്നേ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കയ്യിൽ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് നമ്മുടെ വിണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് മസ്റ്റായിട്ടും ഷോക്സ് ഇടണം, അല്ലെങ്കിൽ ഇത് നമ്മുടെ പുതപ്പിലും ബെഡിലൊക്കെ ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് അതിന് മേലെ ഷോക്സ് കൂടെ ഇട്ടിട്ട് കിടന്നുറങ്ങാം. നമ്മളിത് ഡെയിലി കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വിണ്ട് കയറൽ നല്ല രീതിയിൽ കുറക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാസ്ലിന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഓയിൽ ബേസ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതിന് നല്ലൊരു ഷൈനി എഫക്റ്റ് ഉണ്ട്. നമ്മളിപ്പം കുറേ കാലമായിട്ട് യൂസ് ചെയ്ത ഇപ്പം ലെതറിൻ്റെ സ്ട്രാപ്പ് വാച്ചസ്, അതേപോലെ ബാഗ് കുറേ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഡള്ളായിട്ടുണ്ടാവും. അപ്പം അതിന് ഒരു പുതിയൊരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും.
അതായത് കുറച്ച് എമൗണ്ടിൽ എടുത്തിട്ട് നമ്മൾ ആ ഒരു ബാഗോ അല്ലെങ്കിൽ വാച്ചൊക്കെ ആണെങ്കിൽ അതിന് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കളർ ഫെയ്ഡായത് മാറിയിട്ട് നല്ലൊരു ഷൈന് ഫീൽ ചെയ്യും. അപ്പം നമുക്കതൊരു പുതിയതുപോലെയായിട്ട് ഫീൽ ചെയ്യും. അപ്പം അതിന് ഇതൊരു നല്ലൊരു ഹാക്കാണ്. അപ്പം അടുത്തത് ലാസ്റ്റ് ടിപ്പാണ്. നമ്മളിപ്പോൾ ഐലാഷസ് ഐബ്രോ ഒക്കെ കുറവുള്ളവരാണെങ്കിൽ അതിനെ രീതി ഒന്ന് വോളിയം കൂട്ടിയതുപോലെ നല്ലൊന്ന് വോളിയം കൂടുതലായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് വാസലിൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പം എല്ലാവരുടെ കയ്യിൽ മസ്കാര ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും മസ്കാര ഇടുന്നത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു ഹാക്കാണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു വാസലിൻ കുറച്ച് എമൗണ്ടിൽ എടുത്തിട്ട് ഇപ്പം നമ്മുടെ ഐലാഷുകൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പിൽ നിൽക്കാനും നല്ലൊരു വോളിയം ഉള്ളതൊക്കെ ആയിട്ട് ഫീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഐബ്രോസ് ഒക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. അപ്പം ഇതുപോലുള്ള അടുത്ത വീഡിയോസായിട്ട് കാണാം. ബൈ.